എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫിസിക്സിലെ 3-ാം അധ്യായം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എ കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമെന്നും ആ ഫോഴ്സിന്റെ ഫലമായിട്ട് ആ കണ്ടക്ടർ അവിടെ മൂവ് ചെയ്യുമെന്നും നമ്മൾ പഠിച്ചു. എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലൂടെ നമ്മളൊരു കണ്ടക്ടറിനെ മൂവ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുമോ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം അല്ലെ. അപ്പോൾ ഈ എക്സ്പെരിമെന്റിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒരു സോളിനോയിഡ്, ഒരു ഗാൽവനോമീറ്റർ, അതുപോലെ തന്നെ ഒരു ബാർ മാഗ്നറ്റ്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഒരു സോളിനോയിഡിൽ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു ബാർ മാഗ്നറ്റ് എടുക്കുന്നു. ഈ ബാർ മാഗ്നറ്റില് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഈ ബാർ മാഗ്നറ്റ് സോളിനോയിഡിന്റെ പുറത്ത് അടുത്തായിട്ട് കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ഈ ഗാൽവനോമീറ്റർ എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കറന്റിന്റെ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഈ ബാർ മാഗ്നറ്റ് എടുത്ത് ഈ സോളിനോയിഡിന്റെ അടുത്തായി കാണിക്കുന്നു. ആ കാണിക്കുന്ന സമയത്ത് ഗാൽവനോമീറ്ററിൽ എന്തെങ്കിലും ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് കാണാം, ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഒന്നും തന്നെ കാണിക്കുന്നില്ല. അതിനുശേഷം നമ്മൾ ഈ ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ എടുത്ത് ഈ സോളിനോയിഡിന്റെ അകത്തേക്ക് ഒന്ന് മൂവ് ചെയ്തു. അങ്ങനെ മൂവ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുക, ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ, അത്യാവശ്യം നല്ലൊരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബാർ മാഗ്നറ്റ് ചെറുതായി പുറകോട്ട് വലിക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഒരു ചെറിയ ഡിഫ്ലക്ഷൻ ഗാൽവനോമീറ്റർ അപ്പോഴും കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ബാർ മാഗ്നറ്റ് തിരിച്ച് പോള് തിരിച്ച് ഒന്നും കൂടെ ഇതേ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് സൗത്ത് പോള് ഈ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഒരു നല്ല ഡിഫ്ലക്ഷൻ കാണാൻ സാധിക്കുന്നു. അതിന് തിരിച്ച് വലിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഡിഫ്ലക്ഷൻ പിന്നീടും കാണിക്കുന്നു. എന്നാൽ ഇതിന്റെ അകത്ത് കയറ്റിയിട്ട് ഇതിനകത്ത് മൂവ്മെന്റ് ഒന്നുമില്ല. നമ്മൾ വെറുതെ ഈ സോളിനോയിഡിന്റെ അകത്ത് ഈ ബാർ മാഗ്നറ്റ് പിടിച്ചു നിൽക്കുമ്പോൾ ഗാൽവനോമീറ്ററിൽ എന്തെങ്കിലും ഡിഫ്ലക്ഷൻ കാണിക്കുമോ? ഇല്ല. ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷനും നമ്മൾ ഇതിനകത്ത് ഈ സോളിനോയിഡിന്റെ ഉള്ളിൽ വെച്ച് ബാർ മാഗ്നറ്റിനെ മൂവ് ചെയ്തില്ല. ഒരു കോൺസ്റ്റന്റ് പൊസിഷനിൽ ബാർ മാഗ്നറ്റ് സോളിനോയിഡിന്റെ അകത്ത് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നില്ല, ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റും അതിന്റെ ഒബ്സർവേഷനും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു അറേഞ്ച്മെന്റിൽ ഒരു ഇലക്ട്രിക് സോഴ്സ് ഒന്നും തന്നെ കൊടുക്കാതെ ഈ ഗാൽവനോമീറ്റർ, കറന്റ് ഡിറ്റക്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഏതോ ഒരു ടൈമില് എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എവിടെയോ കറന്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് ഒന്നുകൂടെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഏത് സമയത്താണ് ഈ ഡിഫ്ലക്ഷൻ നടക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ ഈ ബാർ മാഗ്നറ്റ് സോളിനോയിഡിന്റെ പുറത്ത് അനക്കാതെ പിടിച്ചിരുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ ഇല്ലായിരുന്നു. എന്നാൽ അതിനകത്തേക്ക് കയറ്റി മൂവ് ചെയ്യുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ കാണിച്ചു. ഇനി അകത്ത് വെച്ചിട്ടും അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയപ്പോൾ, മോഷൻ ഒന്നുമില്ലാതെ മൂവ്മെന്റ് ഒന്നുമില്ലാതെ നിർത്തിയ സമയത്ത് ഡിഫ്ലക്ഷൻ കാണിച്ചില്ല. അപ്പോൾ എന്താ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, whenever there is a relative motion between the solenoid and the bar magnet ആണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, ഇലക്ട്രിക് കറന്റ് ജനറേറ്റ് ചെയ്യുന്നത്. സോളിനോയിഡും ബാർ മാഗ്നറ്റും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ നടക്കുന്ന ടൈം ഏതാണോ ആ ടൈമാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് കറന്റ് ജനറേറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. ഇങ്ങനെ സോളിനോയിഡും ബാർ മാഗ്നറ്റും തമ്മിൽ ഒരു മോഷൻ സംഭവിക്കുമ്പോൾ, ഒരു റിലേറ്റീവ് മോഷൻ സംഭവിക്കുമ്പോൾ ശരിക്കും അവിടെ എന്താണ് നടക്കുന്നത്, അപ്പൊ നമുക്കിവിടെ നോക്കാം. ഓക്കെ, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ, മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്നും എല്ലാവർക്കും അറിയാം. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പാസിംഗ് ത്രൂ എ സർഫസ്. അതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസിലൂടെ എത്ര നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് എന്നാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ബാർ മാഗ്നറ്റിന് നമ്മൾ ഇതിന്റെ അകത്തൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു ചേഞ്ച് വരെയാണ് സംഭവിക്കുന്നത്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഈ സോളിനോയിഡിന്റെ കൂടെ അകത്തൂടെ കടന്നു പോകുമ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സിനാണ് അവിടെ ചേഞ്ച് സംഭവിക്കുന്നത്. സോ എന്താണ്, ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ്.
മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം അവിടെ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫിനോമിനനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ചു അല്ലെ? ഇനി നമുക്ക് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ പഠിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റൈറ്റ് ഹാൻഡ് എടുക്കുന്നു. ഈ റൈറ്റ് ഹാൻഡിൽ ഫിംഗേഴ്സിന്റെ ഇൻഡിക്കേഷൻ രണ്ട് റൂളിലും സെയിം ആണ്. അപ്പൊ എന്താണ്? തമ്പ് ഇൻഡിക്കേറ്റ്സ് എ മോഷൻ ഓഫ് ദ കണ്ടക്ടർ ആണ്, കണ്ടക്ടറിന്റെ മോഷൻ. Forefinger indicates the direction of the magnetic field and the middle finger indicates the direction of the current. അപ്പം ഇതാണ് ഫ്ലെമിങ്സ്, ഇതാണ് ഇൻഡിക്കേഷൻ, ഫിംഗേഴ്സിന്റെ ഇൻഡിക്കേഷൻ. ഇനി നമുക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്നത്? അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന ഡയറക്ഷനാണ് അറിയേണ്ടത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മോഷൻ ഓഫ് ദ കണ്ടക്ടറും നമുക്ക് അറിയാമെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഏത് ഡയറക്ഷനിലാണെന്ന് കണ്ടുപിടിക്കുന്ന റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പൊ നമുക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, മാഗ്നറ്റ് ആണ് ഇരിക്കുന്നത്. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. സോ മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫോർ ഫിംഗർ ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇനി നമ്മള് നോക്കൂ, ഇനി നമ്മളൊരു കണ്ടക്ടറിനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യാന്ന് വിചാരിക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മളൊരു കണ്ടക്ടറിനെ പുഷ് ചെയ്യാണ്. സോ ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് നമ്മുടെ തമ്പ് ഇൻഡിക്കേറ്റ്സ് എ മോഷൻ ഓഫ് ദ കണ്ടക്ടർ. അപ്പൊ നമ്മുടെ തമ്പ് ഇങ്ങനെ വെച്ചു. തമ്പ് ഇങ്ങനെയാണ് നമ്മുടെ മോഷൻ നടക്കുന്നത്. ഇങ്ങനെ മോഷൻ നടക്കുമ്പോൾ നമ്മുടെ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അപ്വേർഡ് ആണ്. ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ അപ്വേർഡ് ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് മോഷൻ ഓഫ് ദ കണ്ടക്ടറും ഇങ്ങനെ നടക്കും, ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലായിരിക്കുമ്പോൾ കറണ്ട് ഇൻഡ്യൂസ്ഡ് അപ്വേർഡ് ഡയറക്ഷനിലാണ്. ഇനി അതേപോലെ നമുക്ക് തിരിച്ചു, ഇപ്പൊ കണ്ടക്ടർ നമ്മള് ഇവിടെ നിന്ന് അകത്തേക്കാണ് കയറ്റിയത്. ഇനി അകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ഇപ്പൊ നമ്മൾ ഫിംഗർ പിടിച്ച് ഇങ്ങനെയാണ്. ഇനി ഈ തമ്പ് ഡയറക്ഷൻ കാണിക്കുന്ന കണ്ട് നമ്മൾ തിരിച്ച് കണ്ടക്ടർ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഫിംഗറിന് നമ്മൾ കൈനെ നമ്മൾ എങ്ങനെ വെക്കണം? ഈ ഡയറക്ഷനിൽ വെക്കണം. എന്നാൽ മാത്രമേ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ മോഷൻ ഓഫ് ദ കണ്ടക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തമ്പിന്റെ ഡയറക്ഷൻ ശരിയാവുള്ളൂ. സോ നോക്കിക്കേ, ഇനി നമ്മൾ കണ്ടക്ടറിനെ പുറത്തേക്ക് വലിക്കുകയാണ്. അപ്പൊ പുറത്തേക്ക് വലിക്കുമ്പോൾ മോഷൻ ഓഫ് ദ കണ്ടക്ടർ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സോ എങ്ങോട്ടാണ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ്? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ് ഇൻവേർഡ് ആണ്. സോ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ് ഇവിടെ ഡൗൺവേർഡ് ആണ്, മുമ്പത്തെ സിറ്റുവേഷനിൽ അപ്വേർഡ് ആണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫിഗറിൽ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, നിങ്ങൾ AC കറന്റ് DC കറന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഓൾട്ടർനേറ്റിംഗ് കറന്റ്, ഡയറക്റ്റ് കറന്റ് എന്താണ് നിങ്ങൾക്ക് അറിയാമോ? നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ സോളിനോയിഡില് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുന്നു. അതില് ഒരു മാഗ്നറ്റ് നമ്മള് ഇൻവേർഡും ഔട്ട്വേർഡും മൂവ് ചെയ്യുന്നു. അപ്പം ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യുന്നു. ഒരു സെല്ല്, ഒരു റെസിസ്റ്റർ, ഒരു സ്വിച്ച്, ഗാൽവനോമീറ്റർ ഈ സർക്യൂട്ടിൽ കാണുന്ന പ്രകാരം കണക്ട് ചെയ്യുന്നു. അതിനുശേഷം സ്വിച്ച് ക്ലോസ് ചെയ്യുന്നു, കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. ഈ രണ്ട് ഡിഫ്ലക്ഷനും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ സോളിനോയിഡിൽ നമ്മൾ ബാർ മാഗ്നറ്റ് മൂവ് ചെയ്തിട്ടുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടില് എന്താണ് ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്? ഈ ഡിഫ്ലക്ഷന് ഗാൽവനോമീറ്റർ രണ്ട് സൈഡിലേക്കും ഡിഫ്ലക്ഷൻ കാണിക്കുന്നതായിട്ട് നമ്മൾ കാണാം. ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടുമുള്ള ഡിഫ്ലക്ഷൻ ഗാൽവനോമീറ്റർ കാണിക്കും. എന്നാൽ നമ്മൾ ഇവിടെ ഇതേപോലെ ഒരു സെല്ല് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ ഒരു സൈഡിലേക്ക് മാത്രമേ കാണിക്കുള്ളൂ. കണക്ഷൻ ഓൺ ആകുമ്പോഴും അത് എപ്പോഴും എന്താണ് ചെയ്യാം, ആ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു സൈഡിലേക്ക് മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇവിടെ എന്താണ് കറണ്ടിന് രണ്ട് ഡയറക്ഷൻ കാണിക്കുന്നുണ്ട് ഗാൽവനോമീറ്ററിൽ. അവിടെ ഗാൽവനോമീറ്റർ ഒറ്റ ഡയറക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ ത്രൂ ഔട്ട് കണ്ടിന്യൂസ്ലി ഒറ്റ ഡയറക്ഷൻ കാണിക്കുന്നതിനെയാണ് DC കറണ്ട് എന്നും, അതേപോലെ തന്നെ ഡയറക്ഷൻ അറ്റ് റെഗുലർ ഇന്റർവെല്ലിൽ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നും പറയുന്നത്. കറണ്ടിന്റെ ഡയറക്ഷൻ അറ്റ് റെഗുലർ ഇന്റർവെൽസിൽ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്.
പക്ഷെ യൂണി ഡയറക്ഷണൽ ആയിട്ട് ഒറ്റ ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ കറണ്ട് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് അതിന് പറയുന്നത് DC കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കറണ്ടിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും റെഗുലർ ഇന്റർവെൽസിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. DC കറണ്ടിലെ ഡയറക്റ്റ് കറണ്ടില് എപ്പോഴും ഒരു യൂണി ഡയറക്ഷണൽ കറണ്ട് ആയിരിക്കും കാണിക്കുന്നത്. ഇതാണ് ഡയറക്റ്റ് കറണ്ടും ഓൾട്ടർനേറ്റിംഗ് കറണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മളൊരു പൊതുപരിപാടിക്ക് പോയിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്നൊരു കറണ്ട് പോകും. അപ്പൊ നമ്മൾ പൊതുവെ പറയുന്നത് കേൾക്കാം, ജനറേറ്റർ ഓണാക്ക് നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ ജനറേറ്റർ? ഈ ജനറേറ്റർ എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട്, അത് ഇലക്ട്രിക് കറണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ജനറേറ്റർ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനറേറ്റർ അതിന്റെ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്, ജനറേറ്റർ. ഇപ്പൊ ജനറേറ്ററിൽ എനർജി കൺവേർഷൻ എങ്ങനെയാണ്, മെക്കാനിക്കൽ എനർജിയിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജിയിലേക്കുള്ള കൺവേർഷൻ ആണ് ജനറേറ്റർ എന്ന ഡിവൈസിൽ നടക്കുന്നത്. അതുപോലെ തന്നെ എന്ത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ജനറേറ്ററിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജനറേറ്ററിന്റെ പാർട്സ് ഒന്ന് ആർമേച്ചർ ABCD, പിന്നെ ബ്രഷസ് B1 and B2, പിന്നെ സ്പ്ലിറ്റ് റിംഗ് R1. ഈ സ്പ്ലിറ്റ് റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിലില്, അപ്പം ആ ആക്സിലിൽ നമ്മൾ മെക്കാനിക്കലി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഈ കോയിൽ, ആർമേച്ചർ കോയില് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ R1 R2 സ്പ്ലിറ്റ് റിംഗ് ഇന്റേണലി കണക്റ്റഡ് ചെയ്തിരിക്കുക. ഇത് ഒരു ആക്സില് R1 R2 ഇന്റേണലി കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ആക്സിൽ വെച്ചിട്ട് നമ്മള് ഇവിടെ ഇങ്ങനെ മെക്കാനിക്കലി തിരിക്കുമ്പോഴാണ് ഈ ആർമേച്ചർ ABCD എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബ്രഷസ് B1 B2 എന്തിനാണ്? ഈ ബ്രഷസ് B1 B2 ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടുമായിട്ട് ഒരു ഗാൽവനോമീറ്ററിൽ നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തിനാണ് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു കറണ്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ ഈ ഒരു ആക്സിൽ ഉപയോഗിച്ച് മെക്കാനിക്കലി നമ്മൾ ഒരു ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ഇതിനെ തിരിക്കാൻ പോവാണ്. അപ്പൊ ഈ ആർമേച്ചറിനെ നമ്മൾ മെക്കാനിക്കലി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കാൻ പോവാണ്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുമ്പോൾ ഈ ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഏത് റൂളാണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുക? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. വേർ തം മോഷൻ ഓഫ് ദ കണ്ടക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ഫോർഫിംഗർ direction of the magnetic field, and the middle finger indicates the direction of the current. So നമ്മളിവിടെ എങ്ങനെയാണ് ഈ നമ്മുടെ കൈനെ പിടിക്കുന്നത്? എങ്ങനെയായിരിക്കും? മോഷൻ അപ്വേർഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ്? ഈ ഡയറക്ഷനിലാണ്. അപ്പൊ എന്തായിരിക്കും കറന്റിന്റെ ഡയറക്ഷൻ? ഇവിടെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാകുമ്പോൾ ഇവിടെ അപ്പും ആ സൈഡ് ഡൗണും ആണ് ചെയ്യുന്നത്. സോ ഇവിടെ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, ആൻഡ് കറന്റിന്റെ ഡയറക്ഷൻ അപ്വേർഡ് ആണ്. അതായത് എയിൽ നിന്ന് ബിയിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോകുന്നത്. നമുക്ക് ഈ സൈഡിലുള്ള കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നോക്കണം. അപ്പൊ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ നമുക്ക് സിയിൽ നിന്നും ഡിയിലേക്കാണ് കറന്റിന്റെ ഡയറക്ഷൻ കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ മനസ്സിലായെങ്കിൽ തീർച്ചയായും സിയിൽ നിന്ന് ഡിയിലേക്കായിരിക്കും കറന്റിന്റെ ഡയറക്ഷൻ പോകുന്നത്. സോ ഇവിടെ നോക്ക്, കറണ്ട് എയിൽ നിന്ന് ബിയിലേക്കും സിയിൽ നിന്ന് ഡിയിലേക്കും. ഇപ്പൊ ടോട്ടലി ആർമേച്ചറിൽ കറന്റിന്റെ ഡയറക്ഷൻ ABCD എന്നുള്ള രീതിയിലാണ്. അപ്പം കറണ്ട് ഈ രീതിയിൽ ഫ്ലോ ചെയ്യുന്നു. ഇവിടുന്ന് ഫ്ലോ ചെയ്ത് B2 എന്ന ബ്രഷിലേക്ക് കറണ്ട് എത്തുന്നു. ഈ B2 എന്ന ബ്രഷിൽ നിന്ന് പിന്നീട് കറണ്ട് B1 എന്ന ബ്രഷിലേക്ക് പോകുന്നു. അങ്ങനെ ഗാൽവനോമീറ്ററിൽ ഒരു എന്ത് സംഭവിക്കുന്നു? ഒരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. B2ൽ നിന്ന് വന്നിട്ട് പിന്നെ B1ലേക്ക് കറണ്ട് പോകുന്നു. അങ്ങനെയാണ് ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ, കറണ്ടിന്റെ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. ഇനി ഈ AB എന്നുള്ളത് CDയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു ഹാഫ് വേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചു വരും. അപ്പം കറണ്ടിന്റെ ഡയറക്ഷൻ തിരിച്ചു വരും. കറണ്ടിന്റെയും ഇതേ പ്രോസസ്സ് പിന്നീട് CD ഇങ്ങോട്ടും AB അങ്ങോട്ടും വരുന്നു. അതിനുശേഷം ഇതേപോലെ തന്നെ നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കുന്നു. അപ്പൊ നമുക്ക് റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ കിട്ടുന്നത്.
സോ ഇങ്ങനെ ഈ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റ് കറന്റ്. ഇതാണ് ഇവിടെ ഈ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഇതാണ് എക്സ്റ്റേണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ആദ്യം ഫസ്റ്റ് ഹാഫില് എ ബി സി ഡിയിലേക്ക് എത്തുന്ന വരെയുള്ള ഹാഫില് ഒരു സ്ഥലത്തേക്കാണ് ഡയറക്ഷൻ കാണിക്കുന്നതെങ്കിൽ തിരിച്ച് സി ഡി എ ബിയിൽ നിന്ന് വന്നതിന് ശേഷം അടുത്ത ഡയറക്ഷനിലേക്കായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ ഡയറക്ഷൻ ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇങ്ങനെയാണ് ഒരു എ സി ജനറേറ്ററിൽ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എ സി ജനറേറ്റർ ഡി സി ജനറേറ്റർ ആണെങ്കിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്? ഡി സി ജനറേറ്റർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പ്ലിറ്ററിംഗ്സിന് പകരം സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ സ്പ്ലിറ്ററിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ സി ജനറേറ്ററിനെ ഡി സി ജനറേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിലുള്ള ചേഞ്ച് മൂലമാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അത് എന്ത് ജനറേറ്റ് ചെയ്യുന്നു, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യുന്നു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇ എം എഫ് അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നതും ഈ ഡിഗ്രി ഓഫ് റൊട്ടേഷനും തമ്മിൽ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ് ഒരു എ സി ജനറേറ്ററിന്റെ. അപ്പൊ ഇപ്പൊ നമ്മൾ എ സി ജനറേറ്ററിന്റെ വർക്കിംഗ് പറഞ്ഞു, അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. അപ്പൊ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 0 ഡിഗ്രിയിൽ റൊട്ടേഷന് മുമ്പ് ഇ എം എഫ് ജനറേറ്റഡ് ആയിട്ടില്ല. അതിനുശേഷം 90 ഡിഗ്രി വരുമ്പോൾ മാക്സിമം ഇ എം എഫ് ജനറേഷൻ നടക്കുന്നു. പിന്നെ 180 വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. എന്താ സംഭവിക്കുന്നത്, ആ കോയിൽ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന സമയമാണ്. അവിടെ ഇവിടുത്തെ ഇ എം എഫ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അതിനുശേഷം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊട്ടേഷന്റെ 1 ഡയറക്ഷൻ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നു. ആ ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫസ്റ്റ് ഹാഫ് സൈക്കിളില് ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫും സെക്കൻഡ് ഹാഫ് സൈക്കിളില് ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫും ഇത് രണ്ടും കൂടെ കൂടിയതാണ് എന്തെന്ന് പറയുന്നത്, ഒരു 1 സൈക്കിൾ ഓഫ് ആൻ എ സി എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര ഇങ്ങനത്തെ സൈക്കിൾ ഉണ്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ എ സി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 50 ഹെർട്സ് ആണ്. അതെല്ലാരും ഓർത്തു വെക്കണം. ഇന്ത്യയിലെ എ സി ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നത് 50 ഹെർട്സിലാണ്. ഓക്കെ, അപ്പം ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ ഏതാണ്, ഡിഗ്രി ഓഫ് റൊട്ടേഷൻ ആണ് കാണിക്കുന്നത്, ആൻഡ് വൈ ആക്സിസിൽ ഇ എം എഫ് അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിലുള്ള ചേഞ്ച് മൂലം എന്ത് ഡെവലപ്പ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു സർഫസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ നമ്പർ ആണ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിലുള്ള ചേഞ്ച് മൂലം എന്ത് സംഭവിക്കുന്ന, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യുന്നു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്.